സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നീക്കം അത് CPM-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. CPM നേതാക്കൾ സുധാകരന്റെ വീട്ടിലേക്ക് എത്തുന്നു. ജില്ലാ സെക്രട്ടറി R നാസർ, CS സുജാത തുടങ്ങിയിട്ടുള്ള നേതാക്കളാണ് ഇപ്പോൾ സുധാകരനെ അനുനയിപ്പിക്കാനായി വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. രഘുനാഥ് നാരായൺ വിവരങ്ങളുമായിട്ടുണ്ട്. രഘു, സുധാകരൻ പൊട്ടിത്തെറിക്കുകയായിരുന്നു. സജി ചെറിയാനൊക്കെ കുറെ മുന്നറിയിപ്പൊക്കെ നൽകുന്ന തരത്തിലും ഒക്കെയാണ് കഴിഞ്ഞ ദിവസം പ്രതികരണം നടത്തിയത്. അതിനിടയിൽ പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നും ഒരു നേതാവ് പാർട്ടിയുടെ ഭാഷയിൽ തന്നെ പറയാൻ പാടില്ലാത്ത തരത്തിലുള്ള തുറന്നു പറച്ചിലൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അനുനയ നീക്കം എന്തായി? CPM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത, ജില്ലാ സെക്രട്ടറി R നാസർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സത്യപാലനടക്കം 3 നേതാക്കളാണ് G സുധാകരന്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ കണ്ടത്. നേതൃത്വം പറയുന്നത് അവിടെ തൊട്ടടുത്താണ് VS-ന്റെ സഹോദരി അഴീക്കുട്ടിയുടെ വീട്. അവരുടെ മരണവുമായി ബന്ധപ്പെട്ട് പോകുന്ന വഴിക്ക് കയറിയതാണ് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്ന കഴിഞ്ഞ കുറച്ച് നാളുകളായി സുധാകരന് പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലാ നേതൃത്വത്തിലെ ചില ആളുകളോട് കടുത്ത വിയോജിപ്പുണ്ട് എന്ന് മാത്രവുമല്ല, ആലപ്പുഴ അമ്പലപ്പുഴ മേഖലയിലെ ചില ആളുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിൽ ആക്രമിക്കുന്നു എന്നുള്ള പരാതി G സുധാകരനുണ്ട്. ആ ഘട്ടത്തിലൊക്കെ പാർട്ടിക്കും പോലീസിനും ഒക്കെ പരാതി നൽകിയിട്ടും വേണ്ട രീതിയിലുള്ള നടപടി എടുത്തില്ല. അതിൻ്റെ തുടർച്ചയാണ് ഇന്നലെ മുൻപെങ്ങുമില്ലാത്ത വിധം G സുധാകരൻ അതിരൂക്ഷമായ ഭാഷയിൽ സജി ചെറിയാൻ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാൻ, ഒപ്പം തന്നെ അമ്പലപ്പുഴ MLA-യും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ H സലാം ഉൾപ്പെടെയുള്ള ജില്ലയിലെ നേതാക്കൾക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചതിന് അതിനു പിന്നാലെയാണ് നേതാക്കൾ ഇവിടെ എത്തി സുധാകരനോട് പരസ്യ പ്രസ്താവന പാടില്ല പറഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പാർട്ടിയുടെ അഭിപ്രായമായി അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട് എന്ന് മാത്രവുമല്ല, അടുത്ത ദിവസം VS അച്യുതാനന്ദന്റെ പേരിൽ കർഷക സംഘം ഒരു അവാർഡ് സമ്മാനിക്കുന്നുണ്ട്. ആ അവാർഡിൽ സമ്മാനിക്കാനായി MA ബേബി, A വിജയരാഘവൻ, MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. ആ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഔദ്യോഗികമായൊരു ക്ഷണവും G സുധാകരന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം സുധാകരന്റെ